ഹമാസ് പിന്നെയും ശവപ്പറമ്പാവാനുള്ള തയ്യാറെടുപ്പിലാണ്. അമേരിക്കയും കൂടി ഇക്കുറി യുദ്ധത്തിൽ മുൻകൈയെടുത്ത് മുൻപിലേക്ക് വരുന്നൊരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരു നാശത്തിലേക്കാണോ എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നാശത്തിലേക്കാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. കാരണം ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ അതിന്റെ മുച്ചൂട് തകർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ലോക പോലീസായ അമേരിക്കയും ഇസ്രായേലും. ഇസ്രായേലിന് അവന്റെ രാഷ്ട്രത്തിനെതിരെ വരുന്ന ശത്രുക്കളെ തകർക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അമേരിക്കയ്ക്ക് അവനേക്കാൾ മുകളിലേക്ക് ഒരുത്തൻ വരാതാകുക എന്നുള്ളതും ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ തന്നെ ഇസ്ലാമിക തീവ്രവാദം ഒരപകടം പിടിച്ച സംവിധാനമാണ്. ഇതിനെ കൃത്യമായി തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം കേട്ടോ. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നിശ്ചയമായും അപകടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നതിന് സംശയം വേണ്ട. കഴിഞ്ഞ ദിവസം അബ്ദുള്ളയുടെ ഒരു ടെലിവിഷൻ ചർച്ച കേട്ടു. ഞാൻ ഞെട്ടിപ്പോയി. അയാൾ ഹമാസിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ്. കാരണം യാഹ്യ സിൻവറിന്റെ ബ്രെയിൻ തന്നെയാണ് ഈ അബ്ദുള്ളയുടെയും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അയാൾ പറയുന്നത് ഇവരെല്ലാം ചുണക്കുട്ടന്മാരാണ്. പണ്ടുണ്ടായിരുന്ന PLO അവരൊക്കെ അമേരിക്കയുടെ പൈസ മേടിച്ച് അവരുടെ വിടുപണി ചെയ്തു എന്നും ഇപ്പോഴുള്ളതൊക്കെ ചുണക്കുട്ടന്മാരാണെന്നാണ് അബ്ദുള്ളയുടെ അഭിപ്രായം. യാഹ്യ സിൻവറുടെ അതേ പൊസിഷൻ അബ്ദുള്ളക്ക് കിട്ടിയാൽ മൂപ്പരും കേരളത്തിൽ ഇതുപോലത്തൊക്കെ തന്നെ ചെയ്യും എന്നതിനൊരു സംശയം വേണ്ട. ഇനി അയാൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈന്റെ കോയ കോളിംഗിൽ ഒരു പെൺകുട്ടിയുടെ സംഭാഷണം കേട്ടു. അവളും ആരിഫ് യഹൂദ മതത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നും അതൊരു തീവ്രവാദമാണ് എന്നും സംസാരിക്കുന്നു. അപ്പോൾ ആരിഫിന്റെ മറു ചോദ്യങ്ങൾ കുറച്ച് കർക്കശമുള്ള ചോദ്യങ്ങളായിരുന്നു. ഒക്ടോബർ 7 എത്ര പേര് കൊല്ലപ്പെട്ടു അത് അവൾ പറയാൻ തയ്യാറാകുന്നില്ല. അതിനുശേഷം എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അവളുടെ വർത്തമാനം. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഒക്ടോബർ 7 എത്ര സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടത്? അത്തരത്തിലൊരു പ്രശ്നം അവിടെ ഉണ്ടാകാനുള്ള ട്രിഗർ എന്തായിരുന്നു? അപ്പൊ അവിടെ ഒരു പ്രകോപനം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് അങ്ങനെ ഒരു വെടിവെക്കൽ ഉണ്ടായത്? അപ്പോൾ ഇതൊക്കെ കൃത്യമായി ആ പെൺകുട്ടിക്ക് അറിയാം. ഇത് ഞമ്മന്റെ മതത്തിന്റെ പ്രത്യേകതയാണ്. അവള് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇസ്ലാമിൽ 90% പേരും തീവ്ര ഇസ്ലാമിക ചിന്താഗതി ഉള്ളവരാണ്. കുറച്ചുപേര് മാത്രം ഷുഗർ കോട്ടഡ് ആണ്. വാസ്തവത്തിൽ 100ൽ 100ഉം തീവ്രഗതിയുള്ളവർ തന്നെയാണ്. ഞാനിത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം ശരിയാണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്ന കാലത്തോളം അവർക്ക് അതിൽ നിന്ന് മാറാനൊക്കില്ല. നിങ്ങൾ ചിന്തിക്കൂ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മൾ അതിനെ വിശ്വസിച്ച് ഇതാണ് ശരി എന്ന് തെറ്റിദ്ധരിച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നമ്മൾ വിശ്വസിക്കും. വിചാരധാര കൃത്യമായി വായിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ ക്രൈസ്തവനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും ഇസ്ലാമിനെയും കൊല്ലാൻ ശ്രമിക്കുന്നതിൽ ഒരു അമാന്തിക്കലിന്റെ ആവശ്യമില്ല. ഖുർആൻ കൃത്യമായി പഠിക്കുന്ന ഒരുത്തൻ, അതിനെ അനുഗമിക്കാൻ ശ്രമിക്കുന്ന ഒരുത്തൻ, അവന്റെ തുണിയുടുപ്പ് അങ്ങനെയായി പോകുന്നതും തൊപ്പിവെക്കൽ അങ്ങനെയായി പോകുന്നതും സംസാരം മുഴുവൻ ഒരു സാംസ്കാരിക ലോകത്തിന് ഒക്കാത്തതായി പോകുന്നതിന് നമ്മൾക്ക് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ വിശ്വസ്തനാണ്. അവൻ ആ വായിക്കുന്ന സാധനത്തെ ശരിയെന്ന് തെറ്റിദ്ധരിച്ച് അതിനോട് വിശ്വസ്തത കാണിക്കുന്നതാണ്. അവനെ നമുക്ക് തെറ്റു പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പൊ തീവ്രമായ വിശ്വാസത്തിലേക്ക് നമുക്ക് ഇവരെ പോകുന്ന കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നുന്നു. അയ്യോ, ഇവരെന്തിനാ എങ്ങനെ ജീവിക്കുന്നത്? അവരെ ആ കുപ്പായവും എല്ലാം മൂടിയുള്ള നടപ്പും ഒക്കെ കാണുമ്പോൾ നമുക്ക് സഹതാപം. പക്ഷെ അവരതിൽ ആനന്ദിക്കുകയാണ്. ഹോസന്റെ മുടുതുകില് ആല് കുരുത്താൽ അവനത് തണലെന്ന് പറഞ്ഞ പോലെ ഇവരിത് ആസ്വദിക്കുകയാണ്. എനിക്ക് ആൾക്കാരെ കാണും വിഷമമാണ് തോന്നുന്നത്. എന്തോ ജാതിയാണ് തെക്ക് വടക്ക് അറിയാത്ത ആൾക്കാർ. ശരിയാണ്, അവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിന് വേണ്ടി ചാകാൻ നിൽക്കുന്ന ജനത. നിങ്ങൾ ഈ പശ്ചിമേഷ്യ നിങ്ങൾ നോക്കൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അറേബ്യൻ ലോകം നിങ്ങൾ നോക്കൂ. എന്താ ഈ ലോകം എറണം പിടിക്കാത്തത്? അമേരിക്ക പോലെയോ ബ്രിട്ടൻ പോലെയോ ഒക്കെ ഉയർന്നു വരേണ്ടുന്ന രാഷ്ട്രം എന്തധികം ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുണ്ടെന്നറിയാവോ? പെട്രോൾ തന്നെ ഇഷ്ടംപോലെ അവർക്കുണ്ട്. അവർക്ക് രാജ്യം വികസിച്ചു വരത്തക്ക ഒരുപാട് സൗകര്യങ്ങൾ അവർക്കുണ്ട്. എന്തുകൊണ്ട് ഇവർ വികസിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവർ ബ്ലെസ്ഡ് ആകുന്നില്ല?
ഇവരുടെ ഈ ഫിലോസഫിയാണ്. പലരും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹമാസും ISIS-ഉം ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് സമ്മതിക്കാൻ കെൽപ്പുള്ള ആരെങ്കിലും ഒക്കെ മുൻപിലേക്ക് വരൂ. ഇസ്ലാമികൾ ആരെങ്കിലും വന്നോ? കോൺഗ്രസിന്റെ നേതാവായിരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി വന്നോ? വന്നില്ലല്ലോ. ആരാ വന്നത്? നമ്മുടെ സ്പീക്കർ വന്നോ? ആരെങ്കിലും വന്നിട്ട് അവിടെ ചെയ്തത് തീവ്രവാദമാണെന്നും അതൊരു നല്ല രാഷ്ട്രത്തിന് കൊള്ളുന്നതല്ലെന്നും ഈ ഇസ്ലാം മത വിശ്വാസികളിൽ നല്ലവരെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. കാരണം അവരെല്ലാവരും അടക്കം വിശ്വസിക്കുന്നത് ഈ ഹമാസ് ചെയ്യുന്ന ശരിയെന്നാണ്. നമ്മളൊക്കെ പറയാറുണ്ട് നമുക്ക് കുറെ ഇസ്ലാമിക നല്ല ഫ്രണ്ട്സ് ഉണ്ടെന്ന്. ഒരിക്കലും അവരുടെ ബ്രെയിൻ സിസ്റ്റത്തിന് മാറ്റം വരില്ല. നല്ല ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അവര്, നല്ല ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അവരുടെ ഫിലോസഫി മാറാത്തിടത്തോളം നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചുരുക്കം ചില യൗവനക്കാർ അവരുടെ ഓട്ടോറിക്ഷയിൽ യാഹിയ സിൻവാറിന്റെയും മുഹമ്മദ് ദൈഫിന്റെയും ഒക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് നടന്നു എന്നത് ശ്വാസം മുട്ടി ചെയ്തതാണ്. അബ്ദുള്ള വീട്ടിൽ ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ കോയ കോളിങ്ങിൽ വിളിച്ച പെൺകുട്ടിയൊക്കെ അത് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകം മുഴുവൻ ഈ മതത്തിലേക്കാകുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് അവർ നടത്തുന്നത്. എല്ലാവരെയും കൊന്നൊടുക്കാൻ കഴിയുമെന്ന് അവർ കണ്ണടച്ച് വിശ്വസിക്കുന്നു. ഇത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ കൊണ്ടെത്തിക്കുമെന്നതിന് സംശയം വേണ്ട. പക്ഷെ ഇത് ഒരു പൈശാചിക വ്യാപാരമാണ്. അത് പൂർണ്ണമായി നശിച്ചു പോകും. അത് ഞാൻ പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ഗാസയിലേക്ക് പോയാൽ, ഗാസ മുഴുവൻ ഉഴുതു മറിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അവിടേക്ക് തിരിച്ച ആൾക്കാരെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നത് ഇപ്പോ ഹമാസിന്റെ ആൾക്കാരാണ്. കാരണം ഇവർക്ക് പാലസ്തീനിൽ അല്ലെങ്കിൽ ഗാസയിൽ തിരിച്ചു വരണമെങ്കിൽ അവിടെ സാധാരണക്കാരായ ജനം വേണം. സാധാരണക്കാരായ ജനത്തെ കൊണ്ട് നിർത്തി ഒരു ഹ്യൂമൻ ഷീൽഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറകിലെ ഹമാസന്മാർക്ക് നിൽക്കാൻ ഒക്കുന്നു. അപ്പോൾ ഗാസയിലുള്ള മുഴുവൻ ജനത്തെ അവിടെ നിന്ന് പടിയിറക്കി ഹമാസന്മാരെ മുഴുവൻ കൊന്നും കളഞ്ഞു. ഇപ്പൊ മിച്ചമുള്ള ഹമാസന്മാര് ഈജിപ്തിനും ഗാസയ്ക്കും ഇടയ്ക്ക് തിങ്ങി നിൽക്കുകയാണ്. അതാണ് ട്രംപ് പറഞ്ഞു, ആൾക്കാരെ വേണമെങ്കിൽ ഈജിപ്റ്റ് എടുത്തോ, ബാക്കിയുള്ളതിനെ യോർദാൻ എടുത്തോ, ഗാസ ആൾക്കാരെല്ലാം ഒഴിപ്പിക്കുകയാണ്. അപ്പൊ ഇതിലൊരു പ്രശ്നം, ഈജിപ്റ്റ് ജനത്തെ എടുക്കുമ്പോൾ ഈ ഹമാസിനെ എടുക്കില്ല. കാരണം ഹമാസന്മാർ ചെന്ന് ഈജിപ്തിൽ പെട്ടുപോയാൽ അവന്മാർ അവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിനെ ബോംബ് ചെയ്യും. തിരിച്ച് ഇസ്രായേൽ ഈജിപ്തിനെ ബോംബ് ചെയ്യും. ഇന്ന് ലെബനന് പറ്റിയതുപോലെ, സിറിയയ്ക്ക് പറ്റിയതുപോലെ ഈജിപ്തിന് നാളെ പറ്റും, ജോർദാന് നാളെ പറ്റും. അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യില്ല. അതാണ് ഈജിപ്റ്റ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഹമാസിനെ അവർ ഒരു സൈഡ് കൊണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴും മടിയിലേക്ക് തീ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ തീ കത്തിക്കാനൊക്കെ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ അവരുടെ മടിയിലേക്ക് കൊണ്ടുവന്ന് പൊള്ളിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. യോർദാന്റെ ഗതിയും അത് തന്നെ. പക്ഷേ ഇപ്പൊ പ്രഷർ കൂടിയപ്പോ യോർദാനും ഈജിപ്തും ഡോർ ഓപ്പൺ ചെയ്യുന്നു. യോർദാൻ ഓപ്പൺ ചെയ്തു, ഈജിപ്റ്റ് ഓപ്പൺ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷെ ഫിൽട്ടർ ചെയ്ത് ജനത്തെ എടുക്കണമെന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. ഫിൽട്ടറിങ് നടന്നാൽ ഹമാസന്മാർ പിടിക്കപ്പെടും, കൊല്ലപ്പെടും. അതുകൊണ്ടാണ് ഹമാസന്മാർ ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവാണ്. യവന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ യവന്മാർ ഈ ചാകാൻ പോകുമ്പോഴും യുദ്ധം ചെയ്ത് ചാകാൻ പോവുക. ഇവര് മനപരിവർത്തനത്തിന് തയ്യാറല്ല. യവന്മാരുടെ തീവ്രവാദ സംഭവം കളഞ്ഞിട്ട് മര്യാദയ്ക്ക് കുടുംബം നോക്കി പോകാനൊന്നും യവന്മാർ തയ്യാറല്ല. യവന്മാർ ചാകാനാണ് പോകുന്നത്. ഇതിലൊരു പ്രശ്നം, ഇവരിപ്പോൾ ഗാസയിലേക്ക് വന്നാൽ എന്ന് പറഞ്ഞാൽ ഈ ഹമാസ് വന്നാൽ, വരാൻ പറ്റില്ല, വരണമെങ്കിൽ അവർക്ക് സാധാരണക്കാരനെ കൊണ്ടുവരണം. അപ്പോൾ യാതൊരു വെള്ളമില്ല, കറണ്ട് ഇല്ല, ഒരു സൗകര്യങ്ങളുമില്ല. ആ സ്ഥലത്തേക്ക് ഹമാസ് തന്നെ ആൾക്കാരെ നിർബന്ധപൂർവ്വം തള്ളിവിടുകയാണ്. തള്ളിവിട്ട് പലരും രോഗികളായി ചാവും. അതെല്ലാം ഇസ്രായേലിന്റെ അക്കൗണ്ടിൽ കൂട്ടി കൊടുക്കും. യവന്മാർ കൊന്നാണെന്ന് വരുത്തി തീർത്തു. ഈ വരുന്ന ജനത്തിന്റെ പുറകിൽ യവന്മാർ വരും. വന്നിട്ട് ബോംബിങ്ങിനുള്ള ശ്രമമാണ് യവന്മാർ നടത്തുന്നത്. ഇത് നടക്കാതെ വന്നാൽ യവന്മാർ പാലസ്തീനിൽ നിന്നുകൊണ്ട് തന്നെ യവന്മാർ ബോംബ് ചെയ്യും. അങ്ങനെ ചെയ്താലും ഇസ്രായേലിന് തിരിച്ച് ബോംബ് ചെയ്യേണ്ടതായി വരും.
ഇപ്പോഴത്തെ ചുരുക്കി പറഞ്ഞാൽ മിച്ചം ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കൂടി ഈ ഹമാസമാര് കൊന്നിട്ട് യൗമാര് ചാവുള്ളൂ. ഇത് ലോകത്തിലെ മുസ്ലിമിന് ഒരു പാഠമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ തീവ്ര സ്വഭാവം, ഒരു ഗുണവുമില്ലാത്ത ഒരു വൃത്തികെട്ട തത്വശാസ്ത്രത്തിന് വേണ്ടി ഇങ്ങനെ യൗവനക്കാരന്റെ ബ്രെയിൻ തിരിച്ച് ഇങ്ങനെ വെച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എത്ര ജനമാ ചത്തൊടുങ്ങിയത് ഈ വൃത്തികെട്ട ഫിലോസഫി അനുസരിച്ച്. ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടാണ് അവന്മാര്, ഹൂറികളുമായി ലൈംഗിക ബന്ധത്തിനാണ് അവന്മാര് റെഡിയായിട്ട് നിൽക്കുന്നത്, മോളിൽ പോകാൻ വേണ്ടി. എന്തൊരു ദുരവസ്ഥയാണെന്ന് നോക്കൂ. മദ്യം കുടിക്കാൻ പോകാൻ നിൽക്കുകയാണ്. ഇവരൊക്കെ കൊന്നു തള്ളുന്നത് എത്രയധികം ജനതയാണ്, എത്ര രാഷ്ട്രങ്ങളെയാണ് ഇവർ ഉറക്കം കെടുത്തിയത്. നിങ്ങൾ നോക്കൂ, ആ ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ മുഴുവൻ നോക്കൂ. ഒറ്റ ദിവസത്തെ ആക്രമണം ഈ വൃത്തികെട്ട ഫിലോസഫിയുടെ ചുവട് പിടിച്ചുകൊണ്ട് മുമ്പിലേക്ക് നീങ്ങിയത്. ചുറ്റുപാടുമുള്ള എത്ര രാഷ്ട്രങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഇപ്പൊ അമേരിക്ക യുദ്ധത്തിനെത്തുകയാണ്. ഹമാസിനെ കൊല്ലുമെന്ന് മാത്രമല്ല, തീർക്കുമെന്ന് മാത്രമല്ല, അതിന്റെ കൂടെ അവിടെയുള്ള ഒരുപാട് ഇസ്ലാമികൾ കൊല്ലപ്പെടേണ്ടി വരും. ഗാസ തൂത്ത് വൃത്തിയാക്കുന്നത് പോലെ പാലസ്തീൻ മുഴുവൻ തൂത്ത് വൃത്തിയാക്കത്തക്ക ഒരു നിലയിലേക്ക് കഥ മാറും. ഈ ഘട്ടത്തിൽ ഒരു തേർഡ് വേൾഡ് വാറിന് പോകുമോ എന്നത് സംശയമുണ്ട്. കാരണം റഷ്യക്ക് വലിയ ആംബിയറില്ല. ഇക്കിടക്കുന്ന രാജ്യങ്ങൾക്കൊന്നും ഇപ്പോഴത്തെ കണ്ടീഷനിൽ അമേരിക്കയോടും ഇസ്രായേലിനോടും കിടപിടിക്കാനുള്ള ആംബിയർ പോരാ. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു ഘട്ടം വേൾഡ് വാറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇപ്പോഴത്തെ അടി ഗാസയായതുപോലെ ബാക്കി പാലസ്തീൻ കൂടി ആയി ഒരു പര്യവസാനമായിരിക്കും സംഭവിക്കുക. ഹമാസിൽ ബാക്കി ചാകാനുള്ളവൻ താമസിയാതെ ചാവും. അതിന്റെ കൂടെ മിച്ചമുള്ളവർ കൂടി കൊല്ലപ്പെടും. ജീവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഗാസാമുനമ്പിൽ നിന്ന് വ്യത്യസ്ത ഇടങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടവർ അവിടെയും ജീവിക്കാൻ നിവർത്തിയില്ലാതെ കൊല്ലപ്പെടുന്നത് മുഹമ്മദിന്റെ ഒരു അനുഗ്രഹമായി കണ്ടാൽ മതി. മുഹമ്മദിലൂടെ ചെകുത്താൻ മാനവകുലത്തിലേക്ക് തള്ളിവിട്ട ഒരു വിഷത്തിന്റെ പ്രോഡക്റ്റായി കണ്ടാൽ മതി. മര്യാദയ്ക്ക് സുഖമായി ജീവിച്ച് സന്തോഷത്തോടെ കുടുംബത്തോടും കുഞ്ഞുങ്ങളോടൊത്തും ജീവിച്ച് ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് സ്വർഗത്തിലെത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം ഒരുക്കി തന്നിരിക്കെ, ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യരൊരുക്കി കൊടുത്തതുപോലെയാണ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ എല്ലാ വൃക്ഷത്തിന്റെയും ഫലം തിന്നാനുള്ള എല്ലാ സൗകര്യവും കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകണമെങ്കിൽ മാത്രം ഒരു ഓപ്ഷൻ വെച്ചു കൊടുത്തപ്പോൾ ആ പിശാച് അവനെ കൊണ്ട് ആ ഓപ്ഷൻ തന്നെ എടുപ്പിച്ചു. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു, തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ഉള്ള നാശം മുഴുവൻ ഉണ്ടാക്കി. സെയിം തിങ് ഇന്ന് ഇസ്ലാം മാനവകുലത്തിനുണ്ടാക്കിയിരിക്കുന്നു. എന്ത് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞു അത് തന്നെ ചെയ്യിപ്പിക്കുന്നു. എന്ത് ദൈവം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു അത് തന്നെ ഉപയോഗിപ്പിക്കുന്നു. ഈ മനുഷ്യനെ മുഴുവൻ നശിപ്പിക്കുന്ന ഈ തത്വശാസ്ത്രം തലമുറയുടെ മേലേക്ക് അടിച്ചേൽപ്പിച്ചത് സർപ്പം ഏദനിൽ ഹവ്വായെ ചതിച്ചതുപോലെയുള്ള ഒരു ചതിവാണ്. ഈ ഇസ്ലാമിക ഗ്രന്ഥം നെഞ്ചിലേറ്റിയ എല്ലാ ജനതയുടെയും ഗതി ഇത് തന്നെയാണ്. കാത്തിരുന്ന് കാണുകയെ നിവർത്തിയുള്ളൂ ഈ ദുരവസ്ഥ. 2023 ഒക്ടോബർ 7 മുതൽ ഇതുവരെ കണ്ട ഒരു മനുഷ്യക്കുരുതി അല്ലായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രമാണ് ഇതുവരെ യുദ്ധം നടത്തിയതെങ്കിൽ ഇനി മുൻപിൽ നിന്ന് നടത്താൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയാണ്. ഇതൊരു വല്ലാത്ത യുദ്ധമായിരിക്കും. ലോകത്തെമ്പാടുമുള്ള തീവ്രവാദ ഇസ്ലാമിന്റെ അടിവേരിളക്കുന്ന യുദ്ധമായിരിക്കും എന്നതിന് സംശയം വേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം, ദേശം ശുദ്ധീകരിക്കപ്പെടാൻ, ദേശം അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുന്നു എന്ന സത്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. ABC ചാനൽ ഇപ്പൊ ചർച്ച ചെയ്യുമ്പോൾ പിന്നെയും ബൈബിൾ വെച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ബൈബിൾ മാത്രമാണ് സത്യം. മറ്റൊരു ഗ്രന്ഥങ്ങളിലും ഇക്കാര്യങ്ങൾ പറയുന്നില്ല. 2500-ലധികം വർഷങ്ങൾക്ക് പുറകിൽ പറഞ്ഞിരിക്കുന്ന ബൈബിൾ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് പൂവണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യാവസ്ഥ തിരിച്ചറിയുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം ഒന്നുകൂടി പരിശോധിക്കുക. ബൈബിൾ തെറ്റെന്ന് പറഞ്ഞ് കൊണ്ടിറക്കിയ വ്യാജ ഗ്രന്ഥം ഇന്നുണ്ടാക്കുന്ന നാശങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സത്യത്തിന്റെ ആത്മാവേതെന്നും വ്യാജത്തിന്റെ ആത്മാവേതെന്നും തിരിച്ചറിഞ്ഞ്
സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുക, വ്യാജത്തെ വലിച്ചെറിയുക, രക്ഷപ്പെടുക. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശുവിനെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. താല്പര്യമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളുക. രക്ഷ നിങ്ങളുടെ വാതിൽക്കലുണ്ട്. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.